അല്ല ഗൈസ്, നിങ്ങളിങ്ങനെ ഓരോ ബിസിനസ് ഐഡിയ കണ്ടുപിടിച്ച് പിന്നെ അത് നടക്കത്തില്ലെന്ന് തോന്നി, പിന്നെ അത് സ്കിപ്പ് അടിച്ച് പിന്നെ പുതിയ ഐഡിയ കിട്ടി, പിന്നെ അതിൻ്റെ പുറകെ പോയി, പിന്നെ അങ്ങനെ ഇരിക്കുന്ന ഒരാളാണോ? എങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു ഐഡിയ പറഞ്ഞുതരാം. ഈ വരുന്ന 2 മാസം എന്ന് പറയുന്നത് ക്രിസ്മസ് സീസണാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന 2 സാധനമാണ് സ്റ്റാറും പിന്നെ പുൽക്കൂട്ടി വെക്കുന്ന ചെറിയ ചെറിയ രൂപങ്ങളൊക്കെ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ 3D പ്രിൻ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പ്രിൻറ്റ് ചെയ്ത് വെക്കാം. നല്ലൊരു ഐഡിയ ആണ്. പിന്നീട് നിങ്ങൾക്ക് ഞാൻ 2 വർഷം മുമ്പ് ഇതുപോലുള്ള ചെറിയ രൂപങ്ങളൊക്കെ കടയിൽ നിന്ന് മേടിച്ചായിരുന്നു. സത്യം പറഞ്ഞാൽ അത് ഇപ്പോൾ ഉപയോഗിക്കാൻ നോക്കിയപ്പോൾ മൊത്തം പൊട്ടിയും പൊടിഞ്ഞും ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു രീതിയിൽ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലിരിക്കും. കാരണം പ്ലാസ്റ്റർ പാഴ്സൊക്കെ വെച്ച് ഉണ്ടാക്കുന്നതാണ്. കുറേ നാൾ കഴിയുമ്പോൾ അതങ്ങ് പൊടിഞ്ഞു പോകും. അപ്പോൾ നിങ്ങൾ 3D പ്രിൻ്റർ വെച്ച് ഉണ്ടാക്കുമെങ്കിൽ അത് ഒരു നാളത്തും പൊട്ടിപ്പോകുന്നില്ല. എത്ര നാൾ വേണമെങ്കിലും അതുപോലെ തന്നെ ഇരുന്നോളൂ. നിങ്ങൾക്ക് ഞാൻ 3D ഫയൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് അന്വേഷിച്ച് ബുദ്ധിമുട്ടൊന്നും വേണ്ട. നിങ്ങൾക്ക് കട്ട്സ് 3D എന്ന് പറയുന്ന വെബ്സൈറ്റ് ഉണ്ട്. അതിനകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാത്തിൻ്റെയും സംഭവത്തിനും 3D ഫയൽ കിട്ടും. അത് ഡൗൺലോഡ് ചെയ്ത് പ്രിൻറ്റ് ചെയ്താൽ വലിയ പാടുള്ള പണിയൊന്നുമല്ല. പിന്നീട് അതിൻ്റെ അങ്ങനെ സെർച്ച് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാൻ ലിങ്ക് കോപ്പി ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ കോപ്പി ചെയ്ത് എടുത്തുകൊണ്ട് പോയി പ്രിൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇതുപോലുള്ള ഓരോ ഐഡിയകൾ എൻ്റെ തലയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പം നാളെ പുതിയൊരു ഐഡിയ ആയിട്ട് വരാം. അപ്പം നിങ്ങൾക്കോട് വിജയിപ്പിച്ച് സക്സസ് ആക്കാൻ പറ്റുമെങ്കിൽ സക്സസ് ആക്കും. അപ്പോൾ ശരി, ഗുഡ് ബൈ.